വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 19 മുതൽ 23 വരെയുള്ള തിരുവചനങ്ങൾ. പുത്രന്റെ അധികാരം. യേശു പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്തത് കാണുന്നതല്ലാതെ പുത്രൻ സ്വന്തം ഇഷ്ടമനുസരിച്ച് ഒന്നും പ്രവർത്തിക്കുവാൻ സാധിക്കുകയില്ല. എന്നാൽ പിതാവ് ചെയ്യുന്നതെല്ലാം അപ്രകാരം തന്നെ പുത്രനും ചെയ്യുന്നു. എന്തെന്നാൽ പിതാവ് പുത്രനെ സ്നേഹിക്കുകയും താൻ ചെയ്യുന്നതെല്ലാം അവനെ കാണിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ വിസ്മയിക്കത്തക്ക വിധം ഇവയേക്കാൾ വലിയ പ്രവർത്തികളും അവിടുന്ന് അവനെ കാണിക്കും. പിതാവ് മരിച്ചവരെ എഴുന്നേൽപ്പിച്ച് അവർക്ക് ജീവൻ നൽകുന്നത് പോലെ തന്നെ പുത്രനും താൻ ഇച്ഛിക്കുന്നവർക്ക് ജീവൻ നൽകുന്നു. പിതാവ് ആരെയും വിധിക്കുന്നില്ല, വിധി മുഴുവനും അവിടുന്ന് പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. പിതാവിനെ ആദരിക്കുന്നത് പോലെ തന്നെ എല്ലാവരും പുത്രനെയും ആദരിക്കുന്നതിനാണ് ഇത്. പുത്രനെ ആദരിക്കാത്തവരാരും അവനെ അയച്ച പിതാവിനെയും ആദരിക്കുകയില്ല. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 19 മുതൽ 23 വരെയുള്ള വാക്യങ്ങളാണ് നാം വായിച്ചു കേട്ടത്. ഈ സുവിശേഷ ഭാഗത്ത് പിതാവിൽ നിന്ന് ലഭിച്ചതല്ലാതെ പുത്രന് സ്വന്തമായി ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് ഈ വചനഭാഗം വ്യക്തമാക്കുന്നു. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവെന്ന ത്രിത്വൈക ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ് നാം എല്ലാവരും. നാം അതിൽ വിശ്വസിക്കുമ്പോൾ ഈശോയുടെ ആ മനോഭാവം, ഈശോ എന്തു ചെയ്താലും അത് പിതാവിൽ നിന്ന് ലഭിച്ചതാണ് എന്ന് ഈ വചനഭാഗം വ്യക്തമാക്കുന്നു. പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുകയാണ് ഈശോ ചെയ്യുന്നത് എന്ന് സുവിശേഷത്തിൽ ഉടനീളം വ്യക്തമായി പറയുന്നുണ്ട്. നാം എല്ലാവരും പലതരം പ്രവൃത്തികളിലും ഏർപ്പെട്ടിരിക്കുന്നവരും കഠിനാധ്വാനം ചെയ്യുന്നവരുമാണ്. നല്ല വീട്, നല്ല കുടുംബം, നല്ല മാതാപിതാക്കൾ, നല്ല ജീവിത പങ്കാളി, മക്കൾ, ജോലി, ഇതെല്ലാം നമ്മുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലമാണെന്ന് വിശ്വസിക്കുന്നവരാണ് നാം എല്ലാവരും. എന്നാൽ ഈശോയ്ക്ക് പിതാവിൽ നിന്ന് ലഭിച്ചതുപോലെ ഈശോയിൽ നിന്ന് നമുക്ക് ലഭിച്ചവയാണ് ഇതെല്ലാമെന്ന് നമ്മളിൽ എത്ര പേർ വിശ്വസിക്കുന്നു? ഇവയെല്ലാം നമ്മളുടെ ജീവിതം എല്ലാം ഈശോയുടെ ദാനമാണ്. ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല എന്ന സത്യം മനസ്സിലാക്കി ദൈവകൃപയിൽ ജീവിക്കുവാൻ ഈ നോമ്പ് കാലം നമ്മളെ സഹായിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും.